19-ാം നൂറ്റാണ്ടിൽ മനുഷ്യനൊരു വസ്തു ഉണ്ടാക്കി. മണ്ണിൽ കെടാത്തത്, വെള്ളത്തിൽ നശിക്കാത്തത്, സമയത്തേക്കാൾ ദൈർഘ്യമുള്ള ഒന്നിന്. അതിനൊരു പേര് നൽകി, പ്ലാസ്റ്റിക്. എന്നിട്ടവർ പറഞ്ഞു, ഇത് ഇല്ലാതാക്കാൻ കുറഞ്ഞത് 450 വർഷമെങ്കിലും എടുക്കും. തുടക്കം ആഘോഷമായിരുന്നു. കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, സൗകര്യങ്ങൾ. പക്ഷേ നമ്മൾ അറിയാതെ പോയി ഇത് ചിരിച്ചുകൊണ്ട് ഒഴുകുന്ന വിഷമാണെന്ന്. നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ബാല്യകാല കളിപ്പാട്ടങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്ന്? അത് ചിലപ്പോ കടലിലങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു മീനിന്റെ വയറ്റിൽ കുടുങ്ങിക്കിടക്കാം. നിന്റെ മുത്തച്ഛൻ ഉപയോഗിച്ച ബ്രഷ് ഇന്നും ജീവനോടെ കാടുകളിൽ, മണലിൽ, അതുമല്ലെങ്കിൽ ശവങ്ങളുടെ ഇടയിൽ. പ്രതിവർഷം നാം 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നു. അതിൽ 80% നാം ഉപേക്ഷിക്കുകയാണ്. അത് നമ്മൾക്ക് ശേഷം സ്വയം ഇല്ലാതാകുമെന്ന് കരുതി. പക്ഷേ അത് ഇല്ലാതാകുന്നില്ല. പ്ലാസ്റ്റിക് നമ്മളെപ്പോലെ അനുഭൂതി കാണിക്കാറില്ല. ഓർക്കുക, ഓരോ കുപ്പിയും ഓരോ തിളങ്ങുന്ന പാക്കറ്റും ഇന്നും ഭൂമിയിലാണ്. ഇപ്പോൾ അത് കാറ്റിനൊപ്പം പറക്കുന്നു, മഴയോടൊപ്പം പതിക്കുന്നു, കുടിവെള്ളത്തിൽ ലയിച്ച് നിന്റെ ആഹാരങ്ങളിലെത്തുന്നു. ആഴ്ചയിൽ ഒരിക്കൽ നിന്റെ ശരീരത്തിലേക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് തൂക്കമുള്ള പ്ലാസ്റ്റിക് നീ കഴിക്കുകയാണ്. കടലിനി ഭക്ഷണം തരില്ല. അത് തിരിച്ചു തരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളെയാണ്. കുട്ടികൾക്ക് ബുക്കിൽ പച്ചപ്പാണ് നാം കാണിച്ചു കൊടുത്തത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ മാലിന്യ കൂമ്പാരവും. നാം മരിക്കുമ്പോൾ നമ്മുടെ അസ്ഥികൾ പൊടിയും. പക്ഷേ നാം വിട്ടുപോയ പ്ലാസ്റ്റിക് അത് തുടരും. നാം ഇല്ലാതാകും. പക്ഷെ പ്ലാസ്റ്റിക് അത് നിലനിൽക്കും കാലാകാലം.